നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ പിശുക്കൻ്റെ മനപരിവർത്തനം. പിശുക്കൻ എന്ന് പറയുന്നത് ആരെയാണ്? ഉണ്ടായിട്ടും പണം ഉണ്ടായിട്ടും വേണ്ട വിധത്തിൽ ചിലവഴിക്കാതെ ആ പണം ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുന്ന ആളാണ് പിശുക്കൻ. അങ്ങനെയുള്ളൊരു പിശുക്കൻ്റെ മനപരിവർത്തനം, മനസ്സിൻ്റെ മാറ്റം, അതാണ് മനസ്സിൻ്റെ പരിവർത്തനം. ഇന്നത്തെ കഥ പിശുക്കൻ്റെ മനപരിവർത്തനം. കൂട്ടത്തിലൊന്ന് പറയട്ടെ, നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എനിക്കറിയാം. കഥകളതി സാഗരം എന്ന യൂട്യൂബിലെ എൻ്റെ ഈ ചാനൽ, കഥ പറയുന്ന ചാനൽ കഥകളതി സാഗരം, നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുമിത്രാദികളോടും പറഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. കഥ കേൾക്കാൻ പറയണം. കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്കിതിൽ നിന്ന് അങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാനോ ജീവിതമാർഗം കണ്ടെത്താനോ അല്ല. എന്തെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഞാൻ വാക്ക് തരുന്നു, ഈ പണം എനിക്കല്ല, ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ്. എന്നെ ഒന്ന് സഹായിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കഥ കേൾക്കൂ. കഥയിലേക്ക് പോകാം. പിശുക്കൻ്റെ മനപരിവർത്തനം. കാശി രാജ്യത്തെ ബോധിസത്വൻ്റെ കഥകളാണല്ലോ, ജാതക കഥകളാണല്ലോ നമ്മൾ പറയുന്നത്. കാശി രാജ്യത്ത് ഒരു വ്യവസായ പ്രമുഖനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പിതാവും, അതായത് അച്ഛനും മുത്തച്ഛനും ഒക്കെ വ്യവസായികളായിരുന്നു. അവരൊക്കെ വളരെ നല്ല മനുഷ്യരായിരുന്നു, ദാനശീലരായിരുന്നു. ധാരാളം കൃഷി ചെയ്തും വ്യവസായം ചെയ്തുമൊക്കെ ധാരാളം പണം സമ്പാദിച്ചു. അങ്ങനെ പൊതുവെ ആ വ്യവസായ ആ പ്രഭുക്കന്മാരുടെ ആ കുടുംബം വളരെ നല്ല, വളരെ ആദരവ്, ജനങ്ങളിൽ ആദരവും സ്നേഹവും ഒക്കെ ഉണ്ടാക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു. ആ കുടുംബത്തിലെ ഇപ്പോഴത്തെ കാരണവർ, അദ്ദേഹത്തിൻ്റെ പേര് ഇല്ലിസ എന്നാണ്. ഇല്ലിസ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഗുരുക്കന്മാരെയൊക്കെ കാരണവന്മാരെയൊക്കെ കാട്ടക വിരുദ്ധമായ സ്വഭാവമാണ്. പിശുക്കൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ, ജാതൊന്നും മാത്രമല്ല പ്രകൃതിയിൽ ജന്മനാ തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്തോ ഒരു വൈഷമ്യം തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആകാരം. അദ്ദേഹം ജന്മനാ മുടന്തനാണ്. കണ്ണാണെങ്കിൽ കോങ്കണ്ണാണ്. ഉയരം വളരെ കുറവാണ്. അയാൾ എല്ലാ തരത്തിലുള്ള ദാനധർമ്മങ്ങളും അങ്ങോട്ട് അവസാനിപ്പിച്ചു. അങ്ങേയറ്റ പിശുക്കനാണ്. ഒരാൾക്ക് ഒന്നും ഒരു വകയും കൊടുക്കുക. എന്തിന്? ഇഷ്ടം പോലെ ധനം ഉണ്ടായിട്ട് തൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവും മരിച്ചുപോയി, വയസ്സായ മാതാവും മാത്രമേ ഉള്ളൂ. മാതാവിന് വേണ്ടിയിട്ടോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടോ പരിചാരകർക്ക് വേണ്ടിയിട്ടോ നല്ല ഭക്ഷണം കഴിക്കാനുള്ള പണം പോലും അദ്ദേഹം ചിലവഴിക്കില്ല. അതുകൊണ്ട് ഈ കാണുന്നതിന് ഓരോരുത്തരും പണിയെടുക്കാത്തതിന് ഇങ്ങനെ ചുണ്ടിയെടുത്തുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ഇല്ലിസയെ കാണുന്നത്, അയാൾ കടന്നു വരുന്നത് തന്നെ കണ്ട കുടുംബാംഗങ്ങൾക്കും പരിചാരകർക്കും എല്ലാം അപ്പം തൊട്ട് കുടുംബങ്ങൾ ഒരെണ്ണുണ്ട് ഒരു കോലമാടൻ, അവനെല്ലാവരും കുറ്റം പറയൽ. പിന്നെ ഈ കോശൊക്കെ പിശുക്കി എഫുട്ടി കൊണ്ടു വെക്കണേ, എന്തിനു വേണ്ടിയാ? മനുഷ്യർക്ക് തിന്നാൻ തരാതെ കണ്ട് പണിയെടുക്കണവർക്ക് തിന്നാൻ കൊടുക്കണ്ടേ? ഭക്ഷണം പോലും തരാണ്ട് ഇയാൾ എന്തെന്ന് ഈ സമ്പാദിച്ചു കൂട്ടണേ എന്നിങ്ങനെയൊക്കെ പറയാനും അമർഷം പ്രകടിപ്പിക്കാനും ഒക്കെ തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം നഗരാധ്യക്ഷനെ കാണാൻ പോയി. നഗരാധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറൊക്കെ പോലെ. അങ്ങനെ ആ നഗരത്തിലെ ഏറ്റവും അധികാരമുള്ള ഒരാളെ കാണാനായിട്ട് പോയി. തിരിച്ചു വരുന്ന സമയത്ത് ഒരു വഴിയമ്പലത്തിൽ വൃദ്ധനായ ഒരാൾ, വയസ്സായ ഒരാളാണ്. കണ്ടാൽ തന്നെ വളരെ ശോഷിച്ചിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം ഇരുന്ന് ചെയ്യുന്ന പ്രവൃത്തി എന്താ? മദ്യപാനം എന്ന് പറഞ്ഞാൽ ചവറ് മദ്യം, നല്ല വില കൂടിയ മുന്തിയ മദ്യങ്ങളൊക്കെ ധാരാളമുണ്ട് വിപണിയിൽ. അതൊക്കെ മേടിച്ച് കുടിക്കുകയാണെങ്കിൽ ശരീരത്തിന് സുഖം, മനസ്സിന് സുഖം, വായിക്ക് രുചി, അങ്ങനെയൊക്കെയുള്ള മദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നല്ല, തനി ചവറ് മദ്യം. അത് കഴിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ ഭക്ഷണം എന്താണെന്നറിയാമോ? ചീഞ്ഞ് നാറിയ പച്ച മത്സ്യം. അത് പാകം ചെയ്യുന്ന അറിയിട്ട് പൊറുതിയില്ല.
ചെയ്യാൻ തുടങ്ങി അങ്ങനെയുള്ള മത്സ്യം. പക്ഷെ അയാൾ കഴിക്കുന്നത് വളരെ രുചിയോട് കൂടിയിട്ടാണ്. ഇത് കണ്ടപ്പോൾ ഇല്ലീസയ്ക്ക് തോന്നാറുണ്ട് പലപ്പോഴും, നല്ല മദ്യം എന്തിനു കുടിക്കുകയൊക്കെ ചെയ്യാനിക്ക്, നല്ല ഭക്ഷണമൊക്കെ എനിക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ കാശ് ചിലവാവില്ലേ എന്ന് വിചാരിച്ചിങ്ങനെ വേണ്ടെന്ന് വെച്ച് നടക്കുക. ഈ വൃദ്ധനിങ്ങനെ വഴിയമ്പലത്തിൽ ഇരുന്ന് വില കുറഞ്ഞ തരം താണ മദ്യം കുടിക്കുന്നതും മാലിന്യം കലർന്ന ഭക്ഷണം, അതായത് കേടായ ഭക്ഷണം, ചീയാൻ തുടങ്ങിയ മത്സ്യം, പച്ച മത്സ്യം ചവച്ചരച്ച് വലിയ രുചിയോടെ അയാൾ തിന്നണത്, അത് തിന്നണേം കണ്ടപ്പോൾ ഇല്ലീസയ്ക്ക് തോന്നി, ഇതിരുന്നാൽ താനിതുവരെ ഇങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല, കാശ് മുടക്കണ്ടേന്ന് വിചാരിച്ചിട്ട്. ഈ വില കുറഞ്ഞ മത്സ്യത്തിന് വലിയ ഈ മത്സ്യത്തിന് തരം താണ മത്സ്യത്തിനൊന്നും വലിയ കാശൊന്നും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, കേടാവാൻ പോണ മത്സ്യമല്ലേ, ഇവർ കളയണത് എടുത്തുകൊണ്ട് വരുന്നതോ. പിന്നെ മദ്യം, അത്തൊരു ചവറ് മദ്യം, അതിനും കാശ് ചിലവില്ല, വലിയ കാശ് മുടക്കാതെ കണ്ടാണ് ഈ വൃദ്ധനായ മനുഷ്യൻ വളരെ രുചിയോടെ മധുപാനം നടത്തണതും വളരെ രുചിയോടെ ഭക്ഷണം കഴിക്കണത്. അപ്പോൾ ഇല്ലീസയ്ക്കൊരു മകൻ, ഇത്തിരി പൈസയൊക്കെ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്കിങ്ങനെ സുഖമായിട്ട് മധുസേവ നടത്തിയേക്കൂടെ, തനിക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കൊഴുത്തുള്ളവർക്കൊന്നും കൊടുക്കണ്ട, പുറമെ എവിടെയെങ്കിലും പോയി കഴിക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അദ്ദേഹത്തിനും അങ്ങനെ കഴിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങോട്ട് ചെന്നു, ഒരു 4 അടി നടന്നു. അയാളുടെ വഴിയമ്പലത്തിൻ്റെ അപ്പുറത്ത് തന്നെ ഇതൊക്കെ കിട്ടുമായിരിക്കും, ചോദിക്കാം എവിടെ നിന്നാന്ന് എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ വഴിയമ്പലത്തിൽ ഒരുപാട് പേരിയിരിക്കുന്നു. അവരിൽ പലരും ഇല്ലീസ ദൂരെ നിന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടു, ഒരുപാട് പേരൊക്കെ തന്നെ കാണുന്നവരാണ്, തന്നെ സാധാരണ കാണുന്നതാണ് അവിടെ ഇവിടെ വെച്ച്, തന്നെ അറിയുന്നവരുമാണ്. ഇത്രയേറെ ധനാഢ്യനായ ഞാൻ ഈ തരം താണ മത്സ്യം, കേടായ മത്സ്യവും തരം താണ മദ്യമൊക്കെ കഴിക്കാമെന്ന് പറയണത് മഹാമോശമല്ലേ. അതിനേക്കാളുപരി താൻ മേടിച്ച് കഴിക്കുമ്പോൾ ഇനി ഇവരെങ്ങാനും തൻ്റെ അടുത്ത് വന്ന് തന്നോട് ചോദിച്ചാൽ അവർക്ക് കൊടുക്കുകയും വേണ്ടേ, അതൊരു പണനഷ്ടമല്ലേ, ആവശ്യമില്ലാത്ത കാര്യമല്ലേ. വല്ലവർക്കും നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം കൊടുക്കേണ്ടി വരിക എന്ന് പറയണത് ഒന്നും പറ്റില്ല. ആൾ തിരിച്ചു ഇങ്ങോട്ട് കാണാറുണ്ട്. അങ്ങനെ വലിയ മനപ്രയാസത്തോടെ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ടും ഇയാൾക്ക് ഇത് തന്നെ വിചാരം, മധുസേവ നടത്തണം, മദ്യം കഴിക്കണം, എന്തെങ്കിലും ഭക്ഷണവും കഴിക്കണം, നല്ല ഭക്ഷണവും കഴിക്കണം. നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ കേടായാലും കാശ് മുടക്കാൻ പറ്റില്ല, അങ്ങനെ പുറമേ നിന്ന് മേടിച്ച ഭക്ഷണം കഴിക്കുക. ഇയാൾ ആലോചിച്ചു കുറേ എന്താ വഴി എന്ന് ആലോചിച്ച് വന്ന പാടെ കിടപ്പായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭാര്യ എടുത്തു വന്നു. വളരെ നോക്കുമ്പോൾ എന്താ ഇദ്ദേഹം മയങ്ങിക്കെടുക്കുക, എന്ന് വെച്ചാൽ ഉറക്കമല്ല, ഏതാണ്ടൊരു വിഷമമുള്ള പോലെ വേഗം എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഭാര്യ അടുത്ത് ചെന്നിടിച്ചു. പ്രിയപ്പെട്ടവനെ, എൻ്റെ ഭർത്താവിനെ അല്ലേ വിളിക്കണേ, ആര്യപുത്ര, അങ്ങെന്താ ഇങ്ങനെ വിഷമിച്ച് കിടക്കണേ, എന്താ പറ്റി അങ്ങേക്ക്? പുറമേക്ക് പോകുമ്പോൾ നഗരാധ്യക്ഷനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ, നല്ല ഉത്സാഹത്തോടെ പോയ ആളാണ്, ഇപ്പം എന്ത് പറ്റി, എന്തുണ്ടായി ഈ വഴിക്ക് വെച്ചിട്ട്, അങ്ങേക്ക് വിഷമം ഉണ്ടാവണം, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവങ്ങൾ ഉണ്ടായോ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തായാലും പറയൂ, എന്നോട് പറയൂ, ഞാൻ പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇല്ലീസ എല്ലാ കാര്യങ്ങൾ പറഞ്ഞു. ഞാനിങ്ങനെ വരണ സമയത്ത് ഒരു വൃദ്ധൻ മധുസേവ നടത്തണതും അത് വില കുറഞ്ഞ മദ്യമായിട്ട് അയാൾ എന്ത് രുചിയോടെയാണ് കുടിക്കണേ, അതുപോലെ മലിനമായ ഭക്ഷണം കഴിക്കണം, കേടായ മത്സ്യം കഴിക്കണം, അതൊക്കെ വളരെ രുചിയോടെ വായയിൽ വീണ്ടും വാരി തിന്നുക. അത് കണ്ടപ്പോൾ എനിക്കും തോന്നി, വലിയ കാശ് മുടക്കില്ലാത്തേണ്ട അതൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ നല്ല രുചിയോടെയല്ലേ അയാൾ കഴിച്ചേ, അപ്പോൾ അതിനൊക്കെ രുചിയിട്ടായിരിക്കും, അതെനിക്കും കഴിക്കണം എന്നൊരു തോന്നൽ. ഞാൻ അവിടെ ചെന്നപ്പോൾ ആൾക്കാരൊക്കെ ധാരാളം പേര്, അപ്പോൾ എങ്ങനെ അവരൊക്കെ ചോദിച്ചാലോ ഞാൻ കഴിക്കണ കാണുമ്പോൾ കൊടുക്കണ്ടേ, പറ്റില്ല, അതിനൊന്നുള്ള കാശൊന്നും എൻ്റെ കയ്യിലില്ല, ഞാനങ്ങനെ കാശൊന്നും ചിലപ്പാക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതിനൊരു കാര്യം ചെയ്യാം, ആരും അറിയണ്ട, അങ്ങേക്ക് അങ്ങനെ മധുപാനം നടത്തണമെങ്കിൽ നമ്മുടെ അടുക്കളയിൽ ഞാനുണ്ടാക്കി തരാം, അപ്പോൾ അവനാരും അറിയാൻ പാടില്ല. അപ്പോൾ ആലോചിച്ചപ്പോൾ അതൊരു ശരിയാണ് എന്ന് തോന്നി ഇല്ലീസയ്ക്ക്. പക്ഷെ എന്നാലും ഇല്ലീസ പറഞ്ഞേ, വേണ്ട, നമ്മുടെ അടുക്കളയിൽ ഉണ്ടാക്കുകയാണെന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു പലരും അതുപോലെ പരിചാരകരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ചോദിച്ചാൽ അവർക്ക് കൊടുക്കണ്ടേ, അത് ശരിയാവില്ല, അത്ര ഒരുപാട് കാശ് മുടക്കിയിട്ടൊന്നും നമ്മുടെ മദ്യം ഉണ്ടാക്കാൻ പറ്റില്ല, കാശ് കുറേ ചിലവാകും പോയിന്, അത് ശരിയാവില്ല, എനിക്ക് മധുസേവ നടത്തണമെന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ വഴി? അപ്പോൾ ഭാര്യ പറഞ്ഞു, എന്തൊരു കാര്യം ചെയ്യാം, കുറച്ച് പണം കൊടുത്തിട്ട് നമ്മുടെ പരിചാരകനെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് പട്ടണത്തിൽ നിന്ന് വില കുറഞ്ഞ മദ്യം ഒരു കുപ്പി ഇങ്ങോട്ട് മേടിച്ചോളൂ, എന്നിട്ട് അങ്ങ് ഇവിടെ ഇരുന്ന് കഴിച്ചോളൂ എന്നാണ്. ഇവിടെ ഇരുന്ന് കഴിക്കണ്ട, ഇവിടെ ഇരുന്ന് മേടിപ്പിക്കണതൊക്കെ ശരിയാണ്, വിശ്വസ്തനായൊരു പരിചാരകനും ഉണ്ട് എനിക്ക്, അയാളെ വീട്ടിൽ മേടിപ്പിക്കാം, പക്ഷെ പുറമെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം, അതാവും നല്ലത് എന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞ് ഒരു പരിചാരകനെ വിളിച്ച് അയാളുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് പറഞ്ഞു, നീ മദ്യം സേവിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുമൊന്നും വേണ്ട കേട്ടോ, നമ്മൾ പറഞ്ഞ വഴിക്ക് ദേ അവിടെ കാണുന്ന വലിയൊരു ഒരു ഇത് പണ്ഡിതന്മാരൊക്കെ ഇരിക്കണ വലിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്തൊരു ആലുണ്ട്. ആലിൻ്റെ ഇങ്ങേ വശത്തായിട്ടൊരു ചെറിയ കുറ്റിക്കാടുണ്ട്. ആ കുറ്റിക്കാടിൽ ഈ മദ്യം വെച്ചിട്ട് നീ ഇങ്ങോട്ട് വഴിയിലേക്ക് ഇറങ്ങി നിന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവും അതിനടുത്താണ് ഈ കുപ്പി കൊണ്ടുവന്ന് വച്ചേക്കണേന്ന്. അപ്പം ഞാൻ പോയിട്ട് കുടിച്ചോളാം. പരിചാരക അങ്ങനെ സമ്മതിച്ചു. പൈസ മേടിച്ചു, പട്ടണത്തിൽ പോയി കുപ്പി മേടിച്ചു, കൊണ്ടുവന്ന് പറഞ്ഞ പോലെ കുറ്റിക്കാട്ടിൽ വെച്ചു. റോഡിലേക്ക് ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് ഇല്ലീസ പതുക്കനെ സന്തോഷത്തോടെ പരിചാരകൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ പരിചാരകമൊന്നും വേണ്ടിയൊന്നുമില്ല, അങ്ങനെ കാണിച്ചു, ഇതാ ഇരിക്കണമെന്ന്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ കണ്ടു കുറ്റിക്കാട്ടിൽ. പരിചാരകനോട് അങ്ങനെ മാറി എന്നുള്ളതാണ് പറഞ്ഞു. ഇല്ലീസ അവിടെ കയറി ഇരുന്നിട്ട് മധുസേവ അങ്ങനെ തുടങ്ങുകയും ചെയ്തു. ഏതാണ്ട് ഈ പറഞ്ഞ പോലെ മലിനപ്പെട്ട ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, വളിച്ചതോ പുളിച്ചതോ നാറിയതോ ഏതാണ്ട് അതും അങ്ങോട്ട് വാരി വാരി അങ്ങോട്ട് തിന്നു വലിയ രുചിയായിട്ട്. ഇങ്ങനെ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇല്ലീസയുടെ കുടുംബം, ഇല്ലീസ എന്നുള്ളതൊരു സ്ഥാനപ്പേരാണ്. ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന കാരണവന്മാർ പലരും മരിച്ചു പോയിട്ടുണ്ട്. ആ മരിച്ചു പോയല്ലോ, എന്നിട്ടാണല്ലോ ഇപ്പോഴത്തെ ഇല്ലീസ അയക്കണ അയാൾ. ഈ ഇല്ലീസയുടെ പിതാവും ഇതേപോലെ തന്നെ ഇദ്ദേഹത്തെ പോലെ തന്നെ ഉയരം കുറഞ്ഞിട്ടും കുറച്ച് കോങ്കണ്ണായിട്ടും കുറച്ച് കുറ്റി തലമുടിയായിട്ടും ഇത് മൂക്കൊക്കെ ആണെങ്കിൽ കുറച്ച് ചപ്പി നാറിയ പോലെ ആകെ ഒരു ആകാരം കൊണ്ട് ഇയാളുടെ നല്ല ചായയുണ്ട്, അച്ഛനും മകനൊരു ചായ. അപ്പം ആ പട്ടണത്തിൽ അവിടെ ആ സമുദായത്തിലൊരു വിശ്വാസമുണ്ട്, മരിച്ചു പോയിട്ടുള്ളവരൊക്കെ സൽക്കർമ്മം ചെയ്തു പോയിട്ടുള്ളവരൊക്കെ അവരുടെ ആത്മാവ് പിന്നീട് സക്ക എന്ന പേരിലാണ് അറിയപ്പെടുക. അപ്പം ഈ ഇല്ലീസയുടെ പിതാവ് ഒരു സഖയായി. ഈ സക്കന്മാർക്കുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അവർക്ക് ഇഷ്ടം പോലെ ഭൂമി ജീവിച്ചിരിക്കുന്ന ആരുടെ വേണമെങ്കിൽ വേഷത്തിലേക്ക് മാറും. എന്ത് കാര്യങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിച്ച് അവർ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മരണശേഷം സക്കയായി ദൈവരാജ്യത്ത് സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും. അവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ദിവ്യദൃഷ്ടി ഉപയോഗിച്ച് ഇല്ലീസയുടെ പിതാവായ ഇല്ലീസ, അച്ഛൻ ഇല്ലീസ അവിടെ നിന്ന് നോക്കി, എങ്ങനെയുണ്ട് തൻ്റെ മകൻ്റെ ജീവിതം, കോടീശ്വരനല്ലേ അവൻ, സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഭാര്യയും കുട്ടികളൊക്കെ ഒരുമിച്ച്, പരിചാരകരെയൊക്കെ നല്ലോണം നോക്കുന്നുണ്ടാവുമല്ലോ, കന്നുകാലികളെയൊക്കെ വളരെ സംരക്ഷിക്കുന്നുണ്ടാവുമല്ലോ, കൃഷിയൊക്കെ വളരെ ഭംഗിയായിട്ട് വേണ്ട വിധത്തിൽ കൊണ്ട് നടക്കുന്നുണ്ടാവുമല്ലോ, വ്യാപാരം അതും വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും, രാജാവിന് കൊടുക്കേണ്ട പണം കപ്പൊക്കെ കൊടുക്കുന്നുണ്ടാവും, എല്ലാവരെയും സംരക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി തൻ്റെ മകൻ തൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്തുന്നുണ്ടാവും എന്ന് വിചാരിച്ച് സക്ക ഇടയ്ക്ക് ഭൂമിയിലേക്കൊന്ന് വന്നിട്ട് അത് സംഗതി വെച്ചാൽ ഇപ്പോൾ വന്നിട്ട് നോക്കുന്ന സമയത്ത് ഈ സക്ക മകൻ ഇല്ലീസ, സഖ്യല്ല സക്ക ഇല്ലീസ വന്ന് നോക്കുന്ന സമയത്ത് മകൻ ഇല്ലീസ കുറ്റിക്കാട്ടിലിരുന്ന് മധുസേവ നടത്തുക, മലിനമായ ഭക്ഷണം തിന്നുക. വീട്ടിലേക്ക് നോക്കിയപ്പോൾ എന്താ, തൻ്റെ മുറ്റത്തുണ്ടായിരുന്ന പരിചാരകരുടെ ഭവനങ്ങളൊക്കെ തല്ലി പൊളിച്ച് കളഞ്ഞു. അവരോടൊക്കെ എവിടെയെങ്കിലും കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. പല മരത്തിൻ്റെ വീട്ടില, കന്നുകാലി തൊഴുത്തിൻ്റെ പുറകില എവിടെയെങ്കിലും. കന്നുകാലികളൊക്കെ ക്ഷീണിച്ചൂട്ടി മാറിയിരിക്കുക. വെള്ളം കൃഷിയൊക്കെ നടക്കുന്നുണ്ടോ ചോദിച്ചാൽ ആ കൃഷിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നടന്നു. സഹിക്കാൻ വയ്യാണ്ട ഈ സക്കയ്ക്ക്. കാരണം ഈ മകൻ്റെ ഭാര്യയും കുട്ടികളെ കണ്ടപ്പോൾ എല്ലിച്ച് ക്ഷീണിച്ച് പരവശമായിട്ട്. കാരണം വല്ല ഭക്ഷണം കഴിക്കാൻ ഇയാൾ പൈസ മുടക്കുമോ? സക്കയ്ക്കാകെ വിഷമായി പോയില്ലേ. അച്ഛൻ ഇല്ലീസ, സക്കയായ ഇല്ലീസ അവിടെ വച്ചൊരു തീരുമാനമെടുത്തു, ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന് പറഞ്ഞ് ആ സക്കയുടെ അച്ഛൻ ഇല്ലീസയുടെ ആത്മാവ് സക്കയായി ഭൂമിയിലേക്ക് വന്നു. ഈ മകൻ്റെ രൂപത്തിൽ, ആകാരത്തിൽ, മകനിങ്ങനെ കള്ളും കുടിച്ച് ബോധം കെട്ട് അവിടെയും ഇവിടെയൊക്കെ നടക്കുക. മകൻ്റെ രൂപത്തിൽ തന്നെ അയാളറിയാതെ ആത്മാവ് അയാളിലേക്ക് സക്ക ഇല്ലീസയായിട്ട് ആ ദേശത്ത് പിന്നീട് ജീവിക്കാൻ തുടങ്ങി, തൻ്റെ മകൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കഥ പിശുക്കൻ്റെ മനപരിവർത്തനം എന്ന് പറയുന്ന ഈ കഥ ഇത്തിരി വലിയ കഥയാണ്. അതുകൊണ്ട് ഒറ്റയടിക്ക് ഞാൻ പറയുന്നില്ല. ഇന്ന് പറഞ്ഞത് ഇത്ര വരെയായിട്ട് ഞാൻ നിർത്തുകയാണ്. നാളെ തന്നെ ഞാൻ ഇതിൻ്റെ 2ാം ഭാഗവും പറയൂ കേട്ടോ.
ചിലപ്പോൾ മൂന്നാം ഭാഗം ഉണ്ടാവും, നോക്കട്ടെ, പറ്റിക്കും നാളത്തോടെ നിർത്താം, അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് കൂടെ കാണും. അപ്പോൾ ഒന്നാം ഭാഗം ഞാനിവിടെ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഈ ചാനൽ നിങ്ങൾ ഒരു ദിവസം ഒരാളെ കൊണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും. നന്ദി.